ഹലോ എല്ലാവർക്കും ഹാപ്പി വിഷു. ഇന്ന് വിഷുവൊക്കെ ആയിട്ട് എല്ലാവരും പരിപാടിയൊക്കെ ആയിരിക്കും. ഞാനും കുറച്ച് തിരക്കിലൊക്കെയാണ്. പക്ഷേ നമുക്ക് ഇന്നലത്തെ കാര്യം ആദ്യം പറയാം. ഇന്നലെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോൾ ലേറ്റായി. ട്രിപ്പിനെ പറ്റി ഞാൻ പറഞ്ഞില്ലേ. ട്രിപ്പ് പ്ലാൻ ചെയ്തതേ നമ്മൾ പെട്ടെന്നൊരു പ്ലാനിങ് ആയിരുന്നു. കുറേ ദിവസം മുന്നേ പ്ലാൻ ചെയ്ത് അങ്ങനെ സെറ്റ് ചെയ്തതല്ല, പെട്ടെന്നൊരു പ്ലാനിങ്ങിൽ അങ്ങനെ കയറി പോയതാണ് ട്രിപ്പ്. വയനാടാണ് ട്രിപ്പ് പോയത്. മൊത്തത്തിൽ ട്രിപ്പ് നയിച്ചായിരുന്നു കേട്ടോ. പ്ലാനിങ് ഇല്ലാത്തതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്നാലും ഇപ്പോഴും പറയാറില്ല, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഡെസ്റ്റിനേഷൻ, ഇറ്റ്സ് അബൌട്ട് ദ ജേണി. ആ ഒരു രീതി നോക്കുകയാണെങ്കിൽ നൈസായിരുന്നു. ഫാമിലി എല്ലാവരും കൂടി നമ്മൾ പോയതാണ്. അവിടെ നൈറ്റ് മിഞ്ഞാന്നാണ് പോയത്. മിഞ്ഞാന്ന് രാത്രി, മിഞ്ഞാന്ന് ഉച്ചയ്ക്ക് നമ്മൾ പോയി. മിഞ്ഞാന്നൊരു ഈവനിങ് ഒക്കെ ആയപ്പോൾ നമ്മളവിടെ എത്തി. പിന്നെ അവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ. പിന്നെ ഇന്നലെ രാവിലെ നമ്മൾ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി പോയി. അവിടെ നൈസായിരുന്നു. അവിടെ കുറേ മാനിനെ കണ്ടു. പിന്നെ കുറേ മാനിനെ കണ്ടു. പിന്നെ ജസ്റ്റ് ആനകൾ, പിന്നെ കഴുകൻ, അങ്ങനെ ഉള്ള ജീവികളാണ് മെയിനായിട്ട് കണ്ടത്. പിന്നെ അതിന് ശേഷം നമ്മളവിടെ പിന്നെ ഞങ്ങൾ പോയി കരാപ്പുഴ ഡാമിൽ പോയിരുന്നു. കരാപ്പുഴ ഡാം നൈസാണ്, അത്യാവശ്യം കാണാനുണ്ട്. ചെടികളും സംഭവങ്ങളൊക്കെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ കുറച്ച് പിള്ളേർക്ക് കളിക്കാനുള്ള പരിപാടികളും സംഭവങ്ങളൊക്കെ ആയിട്ട് നടന്ന് കാണണം. പിന്നെ ഉച്ചക്കൊക്കെ പോവുകയാണെങ്കിൽ മൊത്തത്തിൽ ആ ഒരു സീൻ വരും. അങ്ങനെ പിന്നെ അതിനുശേഷം നമ്മൾ ചൂരമ്മല ആ ഭാഗത്ത് പോയിട്ടുണ്ട്. കരാപ്പൂർ ഡാമിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ ഉള്ളു ചൂരമ്മലയ്ക്കൊക്കെ. നമ്മൾ ഡിസാസ്റ്റർ ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് പോയിണ്ടായി. അവിടെ ജസ്റ്റ് ഒന്ന് കണ്ടു. അങ്ങനെ ടൂറിസ്റ്റ് ഇതുപോലെയല്ല, നമ്മൾ ജസ്റ്റ് എടുത്തായിരുന്നപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് വെച്ചിട്ടൊന്ന് പോയതാണ്, അത്രേ ഉള്ളൂ. പിന്നെ പിന്നെ വൈകുന്നേരമാണ് നമ്മൾ എന്നൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോയി. എന്നൂർ അത് ഒരു ട്രൈബൽ ഹാംലെറ്റ് പോലെയാണ്. അവിടേക്ക് കിടക്കാൻ സ്പെഷ്യലായിട്ട് നമ്മുടെ വണ്ടി കൊണ്ട് പോകാനൊന്നും പറ്റില്ല. അകത്തേക്ക് നമ്മൾ അവരുടെ ജീപ്പിലൊക്കെ തന്നെ പോയിട്ട് അങ്ങനെ ട്രൈബൽസ് ആയിട്ട് നമ്മൾ ഇൻട്രാക്ഷൻ ഒക്കെ വളരെ കുറവാണ്. പക്ഷെ അവിടെ ഒരു മോഡൽ വില്ലേജ് ഉണ്ടാക്കിയേക്കാണ്, ട്രൈബലിൻ്റെ ഒരു മോഡൽ വില്ലേജ് ഉണ്ടാക്കിയേക്കാണ്. കാണാൻ രസമാണ്. പിന്നെ അവരുടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. രസമായിരുന്നു. ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി. പിന്നെ നമ്മൾ ഇടയ്ക്ക് നിന്ന് ഗ്ലാസ് ടവറിൽ പോയിട്ടുണ്ട് വയനാട്. അത് അത്യാവശ്യം കാണാനുണ്ട് കേട്ടോ. നമ്മൾ അത്യാവശ്യം മുകളിലേക്ക് പോയിട്ട് വേണം കാണാനായിട്ട്. ഗ്ലാസ് ടവറിലേക്ക് ഏറ്റവും ഓഫ് റോഡ് ട്രിപ്പ് ആയിരുന്നു. ഐ മീൻ ജീപ്പിൽ ഓഫ് റോഡ് നമ്മൾ പോകണം. അപ്പം അവനോടത് പറഞ്ഞു ഓഫ് റോഡ് ആണെന്ന് പറഞ്ഞു. ഓഫ് റോഡിന് ഇപ്പം എന്താ, നമ്മളെ വൈബിലേക്ക് നിർത്തണ്ടായ. പക്ഷെ എൻ്റെ മോനെ നടുവും പരിപ്പളകിന്ന് പറയാലോ. അത് അവരിങ്ങനെ കുത്തിച്ച് ഫുള്ള് ഭയങ്കര ഓഫ് റോഡ്. ഞാൻ ഇത്ര അങ്ങനത്തെ ഓഫ് റോഡിൽ പോയിട്ടില്ല. നിങ്ങൾ പോയിട്ടുണ്ടോ? ഞാൻ ആദ്യമാണ് ഇങ്ങനത്തെ ഒരു ഓഫ് റോഡിൽ പോണേ. ഫുള്ള് കുണ്ടും കൂടി ഒരു രക്ഷയില്ല. കുലുക്കി 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 അങ്ങനെ കൊണ്ടുപോയ മൊത്തത്തിൽ മുകളിലേക്ക്. ഓടത്തിപ്പോൾ ശരിക്കും പരിപ്പളകി. അത്യാവശ്യം ഹെക്റ്റിക്കായിരുന്നു ആ സാധനം. ട്രിപ്പ് മൊത്തത്തിൽ ഹെക്റ്റിക്കായിരുന്നു. എനിക്ക് മധ്യ ഞാൻ ഇറങ്ങി നടന്നാലോ എന്ന് ഞാൻ ആലോചിച്ച ഒരു സമയത്ത് വെച്ചിട്ട് അത്രയ്ക്ക് വയ്യാണ്ടായി. കുഴപ്പമില്ല, ആ ഒരു ട്രിപ്പ് പോയി വന്നപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മൾ പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടും വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഒഴിക്കുകയാണെങ്കിൽ മൊത്തത്തിൽ കാണാനൊക്കെ ആയിട്ട് ഗ്ലാസ് ടവർ കാണാനായിട്ട് അത്യാവശ്യം ഉണ്ട്. പക്ഷെ അതിന് വേണ്ടി ഇത്ര ട്രിപ്പ് സഹിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. പിന്നെ കുഴപ്പമില്ല. പിന്നെ അവിടെ ഗ്ലാസ് ടവർ മാത്രമല്ല, വേറെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. നമ്മൾ അവിടേക്കൊന്നും പോയില്ല. ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ വെച്ചിട്ട് പിന്നെ വേഗം പോകുന്നു. ഫുഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് ഒരു വിൽട്ടൺ ഹോട്ടലോ അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. ഫുഡ് നല്ല ഫുഡായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര നല്ല സർവീസുള്ളൊരു കടയിൽ കയറുന്നത്. എപ്പോഴും വന്ന് ഡിസ്റ്റർബൻസ് അല്ല, പക്ഷെ എന്നാലും എപ്പോഴും വന്ന് ചോദിച്ചുകൊണ്ടിരിക്കും എല്ലാം ഓക്കെ ആണോ, എന്തിനും വേണോ എന്നൊക്കെ രീതി ചോദിച്ചുകൊണ്ടിരിക്കും. പിന്നെ അവർ വന്നിട്ട് എന്നിട്ട് ഞാൻ മന്തി ഓർഡർ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ സർവ് ചെയ്യണോ, ഫുൾ നല്ല സർവീസ് ആയിരുന്നു മൊത്തത്തിൽ. പെരുമാറ്റം ഭയങ്കര നല്ല പെരുമാറ്റമായിരുന്നു. പിന്നെ ഫുഡ് നല്ല അത്യാവശ്യം ഫുഡായിരുന്നു. നിങ്ങളൊക്കെ വയനാട് പോകണമെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യും. നല്ലൊരു സ്പോട്ടാണ് ഫുഡ് കഴിക്കാനായിട്ട്. പിന്നെ അവിടുത്തെ സ്റ്റേയും പരിപാടിയൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് കറങ്ങി. നമ്മൾ പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ കുറേ കറങ്ങി അങ്ങനത്തെ രീതിയിലാണ് പോയത്. പിന്നെ എന്നിട്ട് നല്ല രാത്രി നമ്മൾ തിരിച്ചു കടന്ന് പിന്നെ കോഴിക്കോട് വഴി നേരെ കയറി പോകുന്നു ഇങ്ങോട്ട്. പിന്നെ ഒറ്റ സ്ട്രെച്ചിൽ തിരിച്ചു പോകൽ തന്നെയായിരുന്നു. വണ്ടി ഓടിക്കലും ഞാൻ അനിയനെ ഓടിക്കും അത്യാവശ്യം നന്നായിട്ട്. അപ്പം ഞാൻ അനിയനും മാറി മാറിയാണ് വണ്ടി ഓടിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. ഫുള്ള് ഓടിക്കാത്തതുകൊണ്ട് കുറച്ച് കുറവുണ്ട്. എന്നാലും ഒരു ക്ഷീണം പരിപാടിയൊക്കെ ആയിട്ട് ഇത് ഈ ഇപ്പോൾ ചെയ്യണ വീഡിയോ ഇന്നലെ ചെയ്യേണ്ടതായിരുന്നു. ഇന്നലെ പിന്നെ ക്ഷീണമായിട്ട് നമ്മളങ്ങനെ പോയി. അത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം കൂടിയുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞു വൈകുന്നേരം എത്തിയപ്പോൾ, വൈകുന്നേരമല്ല രാത്രി 11 മണി കഴിഞ്ഞ് എത്തിയപ്പോൾ. അപ്പോൾ നമ്മളെ ചാലഞ്ചിനെ പറ്റി പറയാൻ തന്നെ നമ്മൾ തിരിച്ചു വെച്ചുമ്പോഴുള്ള ചാലഞ്ചിനെ പറ്റി ഹിറ്റ് ചെയ്യാം. പക്ഷെ ഞാൻ മുന്നേ കുറച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കാറിൽ നിന്ന് മെഡിറ്റേഷൻ ചെയ്തു. പിന്നെ വർക്കൗട്ട് ഇന്ന് ഞാൻ പറഞ്ഞില്ല, കുറേ ട്രക്കിംഗ് ഉള്ള രീതിയിലല്ല, എന്നാലും കുറേ നടക്കാനും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. വർക്കൗട്ട് ആ ഒരു രീതിയിൽ അത്യാവശ്യം കാർഡിയോ പോലെ എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ച് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അത്യാവശ്യം
ബോഡി എന്തായാലും മൂവ് ചെയ്തിട്ടുണ്ട് നല്ലോണം ഇന്നലെ. പിന്നെ മെഡിറ്റേഷൻ പറഞ്ഞു. ജേണലിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ ബുക്കൊക്കെ എടുത്തു ജേണൽ ചെയ്യാന്ന് വെച്ചിട്ട്, പക്ഷെ പാൻ എടുക്കാൻ മറന്നുപോയി. പാന രാത്രി ഹോട്ടലിൽ വേറെ കിട്ടാണ്ടായില്ല, അപ്പം ഞാൻ പിന്നെ ഫോണിൽ നമ്മൾ ടൈപ്പ് ചെയ്തു. എന്തിനൊക്കെ ഇതിൽ ജേണലോ അപ്പം ഫോണിൽ ടൈപ്പ് ചെയ്ത് ജേണൽ ചെയ്തു, കുഴപ്പമുണ്ടായില്ല അത്. പിന്നെ അതിന് ശേഷം വർക്കൗട്ട്, മെഡിറ്റേഷൻ, ബുക്ക് വായന നമ്മൾ ഇന്നലത്തെ കൂടി നമ്മൾ ബുക്ക് വായിച്ചു. മിഞ്ഞാന്നത്തെ കൂടി നമ്മൾ ബുക്ക് വായിച്ചു. ഇന്നലെ ബുക്ക് വായിക്കാനായിട്ട് നമ്മൾ രാത്രി 11 മണിക്ക് എത്തിയല്ലോ. അപ്പോൾ 1 മണിക്കൂറുണ്ട് ബുക്ക് സെറ്റായി വായിക്കാം, അരമണിക്കൂർ ബുക്ക് വായിക്കാം, 20 പേജ് ബുക്ക് വായിക്കാം, ടൈം ഉണ്ട് എന്നുള്ള രീതിയിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ ക്ഷീണം കാരണം നേരം ഒന്ന് കിടന്നിട്ട് നേരെ ഫോൺ എടുത്ത് അങ്ങനെ കുറച്ചു നേരം ഇരുന്നു. പിന്നെ ടൈം പോയത് അറിഞ്ഞില്ല. പിന്നെ അതിൻ്റെ ബുക്ക് എടുത്തു. ബുക്കാണെങ്കിൽ അപ്പുറത്തെ റൂമിലായിരുന്നു. ബെഡിൽ നിന്നൊക്കെ എനിക്കൊക്കെ പോകാൻ എന്ത് മടിയായിരുന്നു അറിയോ. എന്നാലും പോയിട്ട് ബുക്കൊക്കെ എടുത്ത് കുറച്ച് വായിച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ ഉറങ്ങിപ്പോയി എന്ന് വെച്ചാൽ പിന്നെ ഞാൻ എപ്പോഴോ എനിക്ക് നോക്കുമ്പോൾ റൂമിൽ ലൈറ്റൊക്കെ ഉണ്ട്. ഞാൻ നല്ല ഉറങ്ങിപ്പോയി എനിക്ക് എപ്പോഴാണ് മനസ്സിലായേ. ബുക്ക് സൈഡിൽ കിടക്കുന്നുണ്ട്. അതിൻ്റെ ബുക്ക് നില കംപ്ലീറ്റ് വായിക്കാൻ പറ്റിയില്ല. ബാക്കി നമ്മൾ തട്ടിമുട്ടിയും ഏകദേശം തീർത്തിട്ടുണ്ടെന്ന്. ബുക്ക് വായന ശരിയായില്ല. വായിച്ചു, എന്നാലും വിചാരിച്ച പോലെ 20 പേജ് 30 മിനിറ്റ് വായിക്കാൻ പറ്റിയില്ല. അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടോ എന്തുകൊണ്ടാണ് എനിക്ക് വായിക്കാൻ പറ്റാത്തതെന്ന് നമ്മൾ ആലോചിച്ചപ്പോൾ ഒരു കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റി ഒന്നുകൂടെ വീട്ടിലെടുത്ത് നോക്കാം. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, നേരെ ഫോൺ എടുത്തുകൊണ്ടാണ് ആ ടൈം അങ്ങനെ പോയത് ഞാൻ അറിയാണ്ടിരുന്നത്. അറിഞ്ഞു, പക്ഷെ എന്നാലും ഭയങ്കര മടി. സംഭവം എനിക്കറിയാം, നമ്മൾ റെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുന്നത് വളരെ വളരെ മോശമായൊരു പരിപാടിയാണ്. റെസ്റ്റ് എന്ന് പറഞ്ഞ ഫോൺ എടുക്കുന്നത്. പക്ഷേ ഈ അഡിക്ഷൻ കാരണം അഡിക്ഷൻ തന്നെയാണ്. നല്ല ഫോൺ അഡിക്ഷൻ ഉണ്ട് എനിക്ക്. അപ്പോൾ അതിൻ്റെ പേരും പറഞ്ഞ് ഫോൺ എടുത്ത് നമ്മൾ വേറെ പരിപാടിയൊന്നും ചെയ്യാണ്ടെങ്കിൽ ഇരിക്കുന്നത് ആ സീനാണ്. എനിക്കറിയാം കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ടൈം കുറേ പോവും, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ബാക്കി പരിപാടി നടക്കില്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായി അറിയാം. പക്ഷേ അതിനെപ്പറ്റിയാണ് ഞാൻ അന്നൊരു അഡിക്ഷൻ്റെ വീഡിയോ ചെയ്തത്. അതിനെപ്പറ്റി ഒരു വീഡിയോ കൊണ്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. സംഭവം എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ എന്നിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോൾ ഭയങ്കര ഒരു ഇതാണ്. അതിനെപ്പറ്റി എന്തെങ്കിലും ചെയ്യണം എന്തായാലും. അല്ല, ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ കൈ നേരം അങ്ങോട്ട് ഫോണിലേക്ക് പോകും, പിന്നെ ഫോൺ എടുക്കും. ബാക്കി ചലഞ്ചൊക്കെ ആണെങ്കിലും കുറച്ച് റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ഫോൺ എടുക്കും. ശരിക്കും വേർക്കണം കേട്ടോ, വീഡിയോ ചൂട്. ശരിക്കും നമ്മൾ ഫോൺ എടുത്ത് ഇപ്പോൾ ഒരു പരിപാടി കഴിഞ്ഞിട്ട് ഫോൺ എടുത്ത് റെസ്റ്റ് ചെയ്യുമ്പോൾ കിടക്കുക എന്തെങ്കിലും ചെയ്യുമ്പോൾ ശരിക്കും റെസ്റ്റ് കിട്ടുന്നുണ്ടോ നമുക്ക്? എനിക്ക് തോന്നിയിട്ടില്ല റെസ്റ്റ് കിട്ടുന്നത്. കാരണം ബ്രെയിൻ അപ്പോഴേക്കും ഭയങ്കര ഓവർലോഡ് ആവാണ്. നമ്മൾ ജസ്റ്റ് ആ ഒരു ഇത് പ്രൊലോങ് ചെയ്യാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ജസ്റ്റ് ഡോപ്പമിൻ റഷ് കാരണം റെസ്റ്റ് എടുത്തു എന്നുള്ള രീതിയിൽ. പക്ഷെ അത് കഴിഞ്ഞ് നിങ്ങൾ വേറെ പരിപാടിക്ക് പോയി നോക്കുമ്പോൾ അതിൻ്റെ ക്ഷീണം അപ്പോഴും ഉണ്ടാവും. ശരിക്കും എനിക്ക് തോന്നുന്നു അതിനേക്കാളും ബെറ്റർ എന്ന് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി കഴിഞ്ഞാൽ നല്ല റെസ്റ്റ് കിട്ടിയാനെ. സംഭവം ഇതൊക്കെ എനിക്ക് അറിയാം, എന്നിട്ടും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട്. ഇതെനിക്ക് നിങ്ങൾക്ക് മിക്കവർക്കും അറിയായിരിക്കാം, പക്ഷെ എന്നിട്ടും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതാണ് മെയിൻ പ്രശ്നം. നോട്ടെ, ഞാൻ നല്ല അഡിക്ഷനെ പറ്റി വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇത് കൺട്രോൾ ചെയ്യുന്നതിലും കാര്യമായിട്ട് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ്. റെക്കഗ്നൈസ് ചെയ്യുന്നത് എനിക്കറിയാം, പക്ഷെ എന്തെങ്കിലും ചെയ്യണം. നോട്ടെ, എനിക്കറിയാം ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തായി പോയി എന്നുള്ള രീതിയിൽ എനിക്കറിയാം. കാരണം കുറച്ച് ദിവസമായി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് പറയേണ്ട കാര്യങ്ങൾ. ഇനിയും കുറച്ച് നേരം പറയാണ്ട്, അതുകൊണ്ടൊന്നും പറയാൻ എന്തായാലും നനഞ്ഞ് ഇപ്പോൾ കുളിച്ച് കയറാം. ബുക്ക് റിവ്യൂവിനെ പറ്റി ഞാൻ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞ ടൈം ഇട്ടാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഇത്ര തിരക്കായതുകൊണ്ട് നമ്മൾ ബുക്ക് റിവ്യൂ വെറുതെ ഞാൻ മിക്കവാറും എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്നോട് പറയാം, പക്ഷെ എന്നാലും സ്ട്രക്ചർ ചെയ്ത് ആ കാര്യങ്ങളെ പറയാനുള്ളൂ. ഇപ്പം എല്ലാ ബുക്കും കയ്യിലിരിക്കുന്നില്ല, അതൊക്കെ ഇത്ര വേണ്ടത്താണ്. പിന്നെ ഇവിടെ ഇത്ര ഓട്ടമാണ് ബുക്ക് റിവ്യൂ ചെയ്യാൻ വരാണ്ടിരുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്താനെ. പിന്നെ വേറെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്യാൻ. അപ്പോൾ വേറെ കുറച്ച് സംഭവം പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി. അന്ന് ചെയ്യാൻ ടൈം കിട്ടില്ല. ഇപ്പോൾ ഇത്ര റഷ് ആയതുകൊണ്ടാണ്. ഉറക്കം കുറച്ച് ദിവസമായിട്ട് എനിക്ക് സെറ്റല്ല. ഉറക്കത്തിന് കുറച്ച് സീനുണ്ട്. പിന്നെ ഡ്രൈവിങ്ങും പരിപാടിയും ഓട്ടം നിൽക്കുന്നവരൊക്കെ ആയിട്ട്. പിന്നെ വീഡിയോ ആണെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്കറിയാം. ഞാൻ ഒരു ദിവസം കുറച്ച് ലാഗായി, പിന്നെ അതിന് ശേഷം എല്ലാ ദിവസവും ഒരു 10 മണി അടുത്താണ് പോസ്റ്റ് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇന്നത്തെ വീഡിയോ എപ്പോൾ പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഇന്ന് ലെങ്ത് ഉള്ളതുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും എനിക്ക് മിക്കവാറും. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് എഡിറ്റ് ചെയ്യാനായിട്ട്. ആ വീഡിയോ കുറച്ച് ലാഗ് വന്നിട്ടുണ്ട്. ചാലഞ്ച് നമ്മൾ മാക്സിമം എനിക്ക് പറ്റണമല്ലോ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഞാൻ
പറ്റിയില്ല ഞാൻ പറ്റില്ല എന്ന് പറയും. പക്ഷെ അതും പ്രശ്നമാണ്. ഞാൻ കംഫർട്ടബിൾ ആവുന്നുണ്ട്. ഫെയിലായി കഴിഞ്ഞാൽ കംഫർട്ടബിൾ ആവുന്നുണ്ട്. അത് പ്രശ്നമാണ്. അപ്പോൾ ഇല്ല, ഫെയിൽ ആവുകൊണ്ട് നമ്മൾ മാക്സിമം നോക്കാം. ഇനിയിപ്പോൾ എനിക്ക് ഈ പ്രശ്നമുണ്ട്. പഠിക്കുക കൊണ്ടൊന്ന് കലടയ്ക്കാന്നൊക്കെ പണ്ടത്തെ ആൾക്കാർ പറയാറില്ല. അവസാനമാകുമ്പോൾ കൊണ്ട് നശിപ്പിക്കും. എനിക്ക് ഫസ്റ്റ് തുടങ്ങുമ്പോൾ കുഴപ്പമുണ്ടാവാറില്ല. തുടങ്ങിയതിന് കുറച്ച് കഴിയുമ്പോൾ ഒരു പണി കിട്ടും. ചിലപ്പോൾ അപ്പിട്ടിട്ട് പോകും. ഇതിപ്പോൾ അപ്പിട്ടിട്ട് പോയില്ല, വീണ്ടും കണ്ടിന്യൂ ചെയ്തു. പിന്നെ അവസാന പ്രശ്നം വരാം. നോട്ടെ, ഇനിയിപ്പോൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ഇപ്പം എന്താ, പിന്നൊന്നുമില്ല, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം നോക്കട്ടെ, ഇനിയിപ്പോൾ ബാക്കി നമുക്ക് നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ചലഞ്ചിന് ഇപ്പോൾ കുറച്ച് ദിവസമേ ഉള്ളൂ. ഒരു മാസം ആവാറയല്ലേ. നോക്കട്ടെ, അപ്പം ശരി.